കുട്ടികളിലുള്ള ഹിയറിംഗ് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹിയറിംഗ് ലോസ് ഉള്ളത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനും കുട്ടികൾക്ക് അതിന് ഉള്ള ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാനും പറ്റുന്നതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യം, ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോവുകയും കുട്ടികൾ 2-3 വയസ്സായി കഴിയുമ്പോഴാണ് പേരൻസ് ശ്രദ്ധിക്കുന്നത് കുട്ടികൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ ഒരു ഡിലേ ഉണ്ടെന്നുള്ളത്. ഇന്ന് നമുക്ക് നിയോനേറ്റൽ സ്ക്രീനിങ് ഒരുമാതിരി എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അതായത് ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഒരു ഹിയറിംഗ് അസസ്മെൻറ്റ് ചെയ്യുക, അതിന് സ്ക്രീനിങ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് OAE, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ. അപ്പം ഈ ടെസ്റ്റിൽ ബേസിക്കലി നമുക്ക് പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പം അഥവാ നമ്മൾ ഇനിഷ്യൽ ആ ഒരു ടൈം പീരീഡിൽ ആദ്യത്തെ തവണ ടെസ്റ്റ് ചെയ്ത് അത് പാസ്സായിട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ കുട്ടിയെ ഫോളോ അപ്പ് ചെയ്യാം. അതായത് കുട്ടി നോർമലായിട്ടുള്ള രീതിയിൽ സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, കുട്ടി വലുതാകുന്നതിനനുസരിച്ച് സൗണ്ട്സ് ഉണ്ടാക്കുക, വാക്കുകൾ സംസാരിച്ച് തുടങ്ങുക, ആ രീതിയിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. 2, നമുക്കിപ്പം ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ OAE ഫെയിൽ എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടുകയാണ്. ആ OAE ഫെയിൽ റിപ്പോർട്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ആ കുട്ടിയെ ഫർദർ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്.